വടക്കൻ ഇസ്രായേലിലെ വ്യോമസേനാ താവളത്തിൽ ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം. ലെബനോനിൽ നിന്നും ഇസ്രായേലിലെ മൗണ്ട് മെറോണിൽ സ്ഥിതി ചെയ്യുന്ന IDF വ്യോമതാവളത്തിലേക്കാണ് ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണം നടന്നത്. ആക്രമണത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലെബനോനിലെ ഒരു ഹിസ്ബുള്ള കമാൻഡർ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടതിനു ശേഷമാണ് ഇസ്രായേലിന് നേരെ ഹിസ്ബുള്ള ഹമാസ് സംയുക്തമായി ആക്രമണം നടത്തിയത്. ഇസ്രായേൽ എയർഫോഴ്സിന്റെ താവളം സ്ഥിതി ചെയ്യുന്ന മൗണ്ട് മെറോൺ പ്രദേശം ഉൾപ്പെടെയുള്ള പടിഞ്ഞാറൻ ഗലീലിയിൽ ഡസൻ കണക്കിന് റോക്കറ്റുകളും ടാങ്ക് വിരുദ്ധ മിസൈലുകളുമായി ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തി. അതോടൊപ്പം ഇസ്രായേൽ പ്രതിരോധ സേന വ്യോമതാവളത്തിൽ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ പൗരൻ കൊല്ലപ്പെട്ടു. നിരവധി സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ഹിസ്ബുള്ള വിക്ഷേപിച്ച രണ്ടാമത്തെ ഡ്രോൺ IDF വെടിവെച്ചിട്ടു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഹിസ്ബുള്ള ഏറ്റെടുത്തു. വടക്കൻ ഇസ്രായേലിലെ റോഷ്ഹാനിക്കറ, ബെറ്റ്സെറ്റ്, മെറോൺ, ബാറിയോഹായ് എന്നീ സ്ഥലങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആക്രമണ ഭീഷണി നിലവിലുണ്ട്. അതിനിടെ ലെബനോനിലെ ഹമാസ് തൊടുത്തുവിട്ട റോക്കറ്റ് ലക്ഷ്യം തെറ്റി ലെബനോനിൽ തന്നെ പതിക്കുകയും ഒരു ലെബനോൻ പൗരൻ കൊല്ലപ്പെടുകയും ഏതാനും വ്യക്തികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലെബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കന ന്യൂസ്.